വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. +2 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് പ്രൂഫും. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഗോസസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് the total flux over any closed surface is equal to 1 by epsilon 0 times the net charge enclosed by the surface. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുക. ആ ക്ലോസ്ഡ് സർഫസിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ടോട്ടൽ ഫ്ലെക്സ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ സർഫസിൽ എത്രത്തോളം ചാർജ് എൻക്ലോസ്ഡ് ആവുന്നുണ്ടോ ആ ചാർജ് 1 by epsilon 0 ടൈംസ് ആയിരിക്കും ആ ചാർജ് എന്ത് ചെയ്യുന്നത്? എൻക്ലോസ്ഡ് ആവുന്നത്. ആ സർഫസിൽ 1 by epsilon 0 ടൈംസ് ഒരു ചാർജ് എൻക്ലോസ് ചെയ്യുന്നു എന്നതാണ് ആര് പറയുന്നത്? ഗോസസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രലിൻ്റെ മീനിങ് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർഫസ് എങ്ങനെയുള്ള സർഫസ് ആയിരിക്കും? ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. ഇ ഡോട്ട് ഡി എസ്, ഈ എന്താണെന്ന് അറിയാലോ? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ക്യൂ. അതായത് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ, അതിൻ്റെ 1 by epsilon 0 ടൈംസ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് 1 by epsilon 0 ഇൻറ്റു ക്യൂ എന്ന് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക്, അതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. അതായത് ഇതാണ് നമ്മളുടെ ക്ലോസ്ഡ് സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ചാർജാണ് +q ചാർജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? അതിൻ്റെ ഒരു സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഡി എസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉണ്ടാകുന്നതാണ്, ഇവിടെ ഉണ്ടാകുന്ന ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഫീൽഡാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ പറയാം, കൺസിഡർ എ ചാർജ് +q വിച്ച് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ സ്ഫിയർ ഓഫ് റേഡിയസ് എ സ്മോൾ ഏരിയ ഡി എസ്. ദ ഫ്ലെക്സ് ത്രൂ ഡി എസ് ക്യാൻ ബി റിട്ടൺ ആസ്. നമുക്ക് അവിടുത്തെ ഫ്ലെക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസ് ഇസിക്കൽ ടു ഇ ഡോട്ട് ഡി എസ് കോസ് തീറ്റ. അതായത് ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോസ് തീറ്റ ഇസിക്കൽ ടു എന്തായിരിക്കും? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസ് 0 ഇസിക്വൽ ടു എന്തെന്ന് പറയാം? 1 എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോസ് തീറ്റയുടെ സ്ഥാനത്ത് കോസ് 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കോസ് 0യ്ക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. 1 ഇൻറ്റു ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താവും? ഇ ഡോട്ട് ഡി എസ്. ഇനി അവിടെ ഉണ്ടാകുന്ന നമുക്ക് ടോട്ടൽ ഫ്ലെക്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഈ രണ്ട് സർഫസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്തുണ്ട്? ഇത് വെക്ടറാണ്, ഇവിടെ ഡയറക്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ 1 by 4 pi epsilon 0 ക്യൂ ബൈ ആർ സ്ക്വയർ. ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 4 pi epsilon 0 ക്യൂ ബൈ ആർ സ്ക്വയർ, പിന്നെ ഇ ഡി എസ്. ഓക്കെ, അടുത്തത് ഈ 1 by 4 pi epsilon 0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രലിനെ വെളിയിലോട്ട് കൊണ്ടുവരാം. അതായത് 1 by 4 pi epsilon 0 ക്യൂ ബൈ ആർ സ്ക്വയർ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, പിന്നെ ആ ഇൻ്റഗ്രലിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഡി എസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്ന സർഫസിൻ്റെ ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സർഫസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 pi ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസിന് എന്തെന്ന് കൊടുക്കാം? 4 pi ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡെറിവേഷൻ അതോട്ട് വരുമ്പം 1 by 4 pi epsilon 0 ക്യൂ ബൈ ആർ സ്ക്വയർ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസിന് എന്ത് കൊടുക്കും? 4 pi ആർ സ്ക്വയർ എന്ന് കൊടുക്കും. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു 4 pi ഉണ്ട്, ഇവിടെ ഒരു 4 pi ഉണ്ട്. രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. ഇതെല്ലാം ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള സെയിം ആയിട്ടുള്ളതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി അവിടെ അവശേഷിക്കുന്നത് ഇവിടെ 1 by എപ്സിലോണും ന്യൂമറേറ്ററിലൊരു ക്യൂവും. അപ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെ എടുത്തെഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ക്യൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.